ബാങ്കുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദേ ക്യാൻ ഓൺലി പ്രൊവൈഡ് ലോൺസ്. അപ്പാർട്ട് ഫ്രം ബാങ്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇക്വിറ്റി ഫണ്ടിങ് ഉണ്ട്, നമുക്ക് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ കേസുകളിലൊക്കെ ഈ ബിസിനസ് എൻറ്റിറ്റിയുടെ ഒരു ഓണർഷിപ്പ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുകയാണ്. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ബിസിനസ് ഐഡിയയിൽ അവരെ അട്രാക്റ്റ് ചെയ്തിട്ട് അവർ നമ്മളിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അവർക്കൊരു സ്റ്റേക്ക് കൊടുക്കും, പാർട്ട് ഓഫ് ഷെയർ കൊടുക്കും. ചില കേസുകളിൽ അവർ നമ്മുടെ ഒരു ഡയറക്ടർ ബോർഡിലൊരു അംഗമായിരിക്കും, അല്ലെങ്കിൽ അവർ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ചില കേസുകളിൽ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. വി ആർ ഫ്രീ ടു ഹാവ് അവർ ഓൺ ഡിസിഷൻസ്. പക്ഷേ അവർ ഫണ്ടിങ് മാത്രം ചെയ്യും, അതിൻ്റെ ഒരു ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂജ് ഫണ്ടിങ് ആയിരിക്കും. ആൻഡ് ദേ വിൽ എക്സ്പെക്റ്റ് എ റിട്ടേൺ ഇൻ ബാക്ക്. ചിലപ്പോൾ പ്രോഫിറ്റ് ആയിട്ടായിരിക്കാം, ചിലപ്പോൾ പിന്നീട് ഇതൊരു വലിയ ബിസിനസ്സായി കഴിയുമ്പോൾ ആ ബിസിനസ്സിൻ്റെ ഷെയർസ് ലിസ്റ്റ് ചെയ്ത് റിക്കവർ ചെയ്യുന്നതായിരിക്കാം. അവരുടെ ഒരു ബിസിനസ്സിന് സപ്പോർട്ടായിട്ടായിരിക്കാം. അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ്. സോ അതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ഓൺഗോയിങ് ഡിസ്കഷൻസിൽ ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്ത് ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ് ചെയ്താണ്, ഡോക്യുമെൻ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഇൻവെസ്റ്റേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. ഹൗ അവർ ബിസിനസ് ഐഡിയ വിൽ ബി സ്കെയിലബിൾ ഇൻ ദ ഫ്യൂച്ചർ. നമ്മുടെ സ്ട്രാറ്റജി എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ അത് ആ ഇൻവെസ്റ്റേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്ലെൻറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസും ഉണ്ട്.